നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലേക്ക് പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലത്തൊക്കെ ഇത് നടക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ദൈവമേ, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക എന്നാണ് പലരും തലയിൽ കൈവച്ച് ചോദിക്കുന്നത് എന്നാണ്. മരുമകന്റെ ദുർനടപ്പ് വിദേശത്തുള്ള മകളെ വിളിച്ചറിയിച്ചതിനെ ഭാര്യയുടെ അമ്മയെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുകയാണ് മരുമകൻ. കൊല്ലം കുണ്ടറയിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത്. വീട്ടുമുറ്റത്ത് നിന്നും ഗർഭനിരോധന ഉറ കണ്ടത് വിദേശത്തുള്ള മകളെ അറിയിച്ചതിനെ തുടർന്നാണ് വൈരാഗ്യത്തിലായിരുന്നു വയോധികയെ പീഡിപ്പിച്ചത്. 2025 മുതൽ വയോധികയെ ഇയാൾ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ വെച്ചായിരുന്നു വയോധികയെ ഇയാൾ ക്രൂര പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരുന്നത്. ഭയം കാരണം വീട്ടമ്മ പീഡന വിവരം പുറത്ത് പറഞ്ഞതേയില്ല. 2025 മുതൽ ഇയാൾ വയോധികയെ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒടുവിൽ വയോധിക വിവരം ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. വെളിപ്പെടുത്തലിന് പിന്നാലെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മരുമകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലഹരി വിൽപ്പന ഉൾപ്പെടെയുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രിമിനൽ കേസുകളും ഇയാൾക്കെതിരെ നിലവിൽ ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇവർക്കിടയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായും വിവരമുണ്ട്. അതായത് ഈ മരുമകന്റെ ദുർനടപ്പ് സ്വഭാവം ഗൾഫിലുള്ള മകളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ അതിന്റെ വാശിയിലാണ് ഈ അമ്മായിയമ്മയോട് തന്നെ ഇത്തരത്തിൽ കൊടും ക്രൂരത ഇയാൾ കാണിച്ചത്. ഇനി ഈ കാര്യം പുറത്തറിയിച്ചാൽ ഗൾഫിലുള്ള മകളെ കൊന്നുകളയും എന്നുള്ള ഭീഷണിപ്പെടുത്തലിലാണ് ആ അമ്മ തകർന്നു പോയത്. പേടിച്ചാണ് ആരോടും പറയാതിരുന്നത്. പിന്നീടാണ് സഹി കേട്ട് തന്നെയും കൊല്ലുമെന്ന് തന്നെയും തന്റെ മകളെയും എന്ത് ചെയ്താലും ഇയാൾ കൊല്ലുമെന്ന ഭയത്താൽ അല്ലെങ്കിൽ കൊല്ലുമെന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് ബന്ധുക്കളോട് ഈ കാര്യം പറയാമെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ബന്ധുക്കളോട് ഈ വിവരം അറിയുകയും ഇത് പോലീസിന് വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ, കേട്ടാൽ പേടി തോന്നുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നു വരുന്നത് എന്ന് വ്യക്തമാകുന്നു. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഈ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ, നമ്മുടെ നാട്ടിലാണോ ഈ വിദ്യാഭ്യാസപരമായും സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള അത്ഭുതമാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.